ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഒരു യുദ്ധത്തിലേക്ക് പോകുമോ എന്ന ചോദ്യമാണ്. വളരെ ആധി കലർന്ന ചോദ്യമാണ് ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്കും ഒരുപക്ഷെ പാകിസ്ഥാനിലെ കോടിക്കണക്കിന് ജനങ്ങൾക്കും ഉള്ളിലുള്ളത്. യഥാർത്ഥത്തിൽ യുദ്ധം ഒരിക്കലും ഒരു ജനതയും ആഗ്രഹിക്കുന്നില്ല. ഞാൻ യുദ്ധം ആഗ്രഹിക്കുന്ന ഒരാളല്ല. ഞാൻ മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിൽ ജനിച്ച ഒരാളാണ്. ഗാന്ധിയെ ദൈവതുല്യമായി അല്ലെങ്കിൽ ആദർശതുല്യമായി കാണുന്ന ഒരാളാണ്. അഹിംസയാണ് ലോകത്തെ മുമ്പോട്ട് നയിക്കേണ്ടത് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഹിംസയിലൂടെ ഹിംസ തന്നെ വരുള്ളൂ. ഒരിക്കലും യുദ്ധത്തിലൂടെ നിങ്ങൾക്ക് ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നില്ല. പക്ഷേ യുദ്ധം അനിവാര്യമാകുന്ന ചില ഘട്ടങ്ങളുണ്ട് എന്നും ഞാൻ കണക്കാക്കുന്നുണ്ട്. കാരണം അത് രാഷ്ട്രീയമായ കാരണങ്ങളാണ്. ഇപ്പോൾ പാകിസ്ഥാനെ പോലെ ഒരു ഭരണാധികാരി, അവിടെയുള്ള ജനാധിപത്യമില്ല. അവിടെ ഇപ്പോൾ സൈനികാധിപത്യമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പേര് ജനാധിപത്യം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അവിടെ സൈനിക നേതാക്കൾ ഉപദേശം തേടുന്നത് ഭീകരവാദികളുടെ സംഘടനകളുമായാണ് എന്നാണ് നമ്മൾക്ക് കിട്ടുന്ന ചില റിപ്പോർട്ടുകൾ. ഇപ്പൊ സൈന്യവും ഭീകരവാദ സംഘടനകളും തമ്മിൽ ഇപ്പോൾ TRFന്റെ വിഷയത്തിൽ UN-ൽ പോയി പാകിസ്ഥാൻ പറഞ്ഞു അവരെ ഭീകരവാദികളായി കാണരുത് എന്ന് പറഞ്ഞാൽ ഭീകരവാദം നമ്മുടെ പുൽവാമ ആക്രമണത്തിന് കാരണക്കാരായി എന്ന് നമ്മൾ കരുതുന്ന ആളുകളെ, ഇപ്പൊ പഹൽഗാമിലും അവരുടെ പങ്കുണ്ടോ എന്നറിയില്ല, ആളുകളെ അവരെ പറഞ്ഞിട്ടില്ല. പാകിസ്ഥാൻ അന്വേഷിച്ചോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ആരന്വേഷിക്കുന്നു നമുക്കറിയില്ല. ഏതായാലും യുദ്ധം ഉണ്ടാകരുത് എന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ യുദ്ധം ഉണ്ടാക്കുന്നതിന് പാകിസ്ഥാനിലെ ജനാധിപത്യ വിരുദ്ധ പട്ടാള ഭരണാധികാരികൾ ശ്രമിച്ചാൽ, കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ രാജ്യത്ത് നിലനിൽപ്പ് എന്ന് പറയുന്നത് യുദ്ധത്തിലൂടെ മാത്രമാണ്, ഹിംസയിലൂടെ മാത്രമാണ്. ഞാൻ കണക്കാക്കുന്നത് പാകിസ്ഥാനിലെ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ തീവ്രവാദികളുടെ ക്യാമ്പ്, ഭീകരവാദികളുടെ ക്യാമ്പ് അവിടെ ഉണ്ടാവുന്നത് അവർക്ക് തന്നെ ഭീഷണിയാണ്. ഉദാഹരണത്തിന് ഒരു ഇന്ത്യ ഭീകരവാദി ക്യാമ്പ് ആക്രമിക്കുമ്പോൾ അവിടെ ചായ കൊടുക്കാൻ പോയ പാവപ്പെട്ട ഏതെങ്കിലും ഒരുത്തനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചായക്കടക്കാരനോ അല്ലെങ്കിൽ മുടിവെട്ടാൻ പോയവനോ അല്ലെങ്കിൽ തുണി അലക്കുന്നവനോ ഉണ്ടെങ്കിൽ അവനും കൊല്ലപ്പെടില്ലേ? അവന് ഈ യുദ്ധത്തിൽ എന്ത് പങ്കുണ്ട്? അവന് ഈ ഭീകരാക്രമണത്തിൽ എന്ത് പങ്കുണ്ട്? അതുകൊണ്ടാണ് ഭീകരാക്രമണം അത്ര ടാർഗറ്റ് ചെയ്ത് നമ്മൾ ചെയ്തത് എന്നത് ശരിയാണ്, ഭീകരാക്രമണത്തിനെതിരായി. പക്ഷെ ഇവിടെ പ്രശ്നം അതല്ല. പാകിസ്ഥാൻ ഭരണാധികാരികൾ സമചിത്തതയോടെ ഇതിനെ സമീപിക്കുമോ എന്ന ചോദ്യമുണ്ട്. സമീപിക്കാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് ജനങ്ങളെ ഈ യുദ്ധത്തിന്റെ ആരവത്തിലേക്ക് കൊണ്ടുവന്ന് ജനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് പാകിസ്ഥാനിലുള്ളത്. അതുകൊണ്ട് അവർ തിരിച്ചടിക്കുമോ എന്ന ചോദ്യം. തിരിച്ചടിക്കുക എന്ന് പറഞ്ഞാൽ തിരിച്ചു യുദ്ധം ചെയ്യുക എന്നുള്ളത്. അതിനവർ ചില കോമാളിത്തരമൊക്കെ കാണിച്ചു. അതിർത്തിയിൽ നിന്നുകൊണ്ട് ഷെല്ലിടുക, ബോംബിടുക, അങ്ങനെ 3 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പൊ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. സാധാരണ മനുഷ്യർ, അവരാരും ഒരു ആയുധം എടുത്ത് പോയവരുമല്ല, വെറുതെ അവിടെ കാശ്മീർ അതിർത്തിയിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. അവരെ പോത്തും എരുമയൊക്കെ കൊല്ലപ്പെട്ടു എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സാധാരണ മനുഷ്യർക്ക് മേൽ ആക്രമണം നടത്താൻ പാകിസ്ഥാന് മടിയില്ല എന്നതാണ്. യുദ്ധത്തിന്റെ ഒരു കൊളാറ്ററൽ ഡാമേജ് നമ്മൾ പറയും. യുദ്ധത്തിൽ നമ്മൾ ലക്ഷ്യം വെക്കുന്ന ആളുകൾക്ക് അല്ലാതെ വേറെ ആളുകൾക്ക് അപകടം പറ്റുക. ആ കൊളാറ്ററൽ ഡാമേജിലേക്ക് പോകാൻ പാകിസ്ഥാൻ ആഗ്രഹിക്കുമോ? കാരണം ഇന്നത്തെ ഒരു രാഷ്ട്രീയ അവസ്ഥയിൽ സൈനിക ഘടന വെച്ചുകൊണ്ട് ഇന്ത്യൻ സൈന്യവുമായി നേരിട്ട് ഏറ്റുമുട്ടാൻ കഴിയുന്ന ഒരു അവസ്ഥ പാകിസ്ഥാൻ സൈന്യത്തിന് ഇല്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂരിൽ തന്നെ ഇന്ത്യയുടെ നാവികസേനയും കരസേനയും വായുസേനയും ഏകോപിപ്പിച്ചാണ് ഈ പ്രത്യാക്രമണം നടത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് പാകിസ്ഥാനെതിരെ പ്രയോഗിച്ചാൽ അതിനെതിരെ തിരിച്ചടിച്ച് നിലനിൽക്കാനുള്ള ശേഷി പാകിസ്ഥാനുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ യുദ്ധം ദീർഘകാലം കൊണ്ടുപോകാൻ പാകിസ്ഥാന് കഴിയും. നമുക്കറിയാം, എല്ലാ ശക്തി ഉപയോഗിച്ച് എതിർത്തിട്ടും ഫലസ്തീൻ പൂർണ്ണമായി ഗാസ പിടിക്കുമെന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് കുറെ കാലമായി. ഗാസയിലൊന്നും പറ്റുന്നില്ല. ജോർജിയ അല്ലെങ്കിൽ റഷ്യ എത്ര കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഉക്രൈൻ പിടിക്കാൻ? ഇതുവരെ കിട്ടിയില്ലല്ലോ. ഇതുവരെ ഉക്രൈൻ അതിനോട് പ്രതിരോധിക്കുന്നില്ലേ? അപ്പൊ യുദ്ധം തുടങ്ങിയാൽ ശക്തി കുറഞ്ഞ രാജ്യത്തിന് പോലും യുദ്ധം നീട്ടിക്കൊണ്ടു പോകാൻ കഴിയും. യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നത് ഒരു രാജ്യത്തിന് ഗുണകരമല്ല. അതുകൊണ്ട് യുദ്ധം ഉണ്ടാകാതിരിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ പോലും പാകിസ്ഥാനിലെ ഭരണാധികാരികൾക്ക് നല്ല ബുദ്ധി തോന്നുമോ എന്ന ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. കുറെ ജനങ്ങൾ ചത്താലും, ഞങ്ങളുടെ കുറെ ജനങ്ങൾ ചത്താലും ഇന്ത്യക്കാരെ കുറെ പേരെ കൊന്നാൽ മതി എന്നവർ തീരുമാനിച്ചാൽ അത് വലിയ അബദ്ധത്തിലേക്ക് നീങ്ങും. ഇപ്പോൾ ഇന്ത്യ എടുത്തിട്ടുള്ള നിലപാട് യുദ്ധം വേണ്ട എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം
സാധാരണ മനുഷ്യരെ ആരെയും ആക്രമിച്ചിട്ടില്ല. ഈവൻ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ പോലും ഇന്ത്യ ടാർഗറ്റ് ചെയ്തില്ല. വേണമെങ്കിൽ ഈട്ട സ്കാൽപ്പൊക്കെ വേണമെങ്കിൽ നമുക്ക് ഹാമറും പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രത്തിൽ ഇടായിരുന്നു. അങ്ങനെ ഇട്ടാൽ സ്വാഭാവികമായും പാകിസ്ഥാനെ തിരിച്ചടിക്കാനുള്ള എല്ലാ ന്യായവുമുണ്ട്. ഞങ്ങളുടെ സൈനിക കേന്ദ്രം ആക്രമിച്ചു, ഞങ്ങളുടെ സിവിലിയനെ കൊന്നു. സിവിലിയനെ കൊന്നാൽ ഒരു രാജ്യവും വെറുതെ ഇരിക്കില്ല, എത്ര ചെറിയ രാജ്യമാണ്. പക്ഷെ ഇപ്പൊ അതിന് ചാൻസ് കൊടുത്തിട്ടില്ല. പക്ഷെ അതിലേക്ക് ഇത് നയിക്കുമോ? പാകിസ്ഥാൻ വീണ്ടും ഇന്ത്യൻ സിവിലിയന് നേരെ, ഇന്ത്യയിലെ ജനങ്ങൾക്ക് നേരെ ആക്രമണത്തിന് മുതിർന്നാൽ ആണ് അതൊരു യുദ്ധത്തിലേക്ക് പോവുക. യുദ്ധത്തിലേക്ക് പോകരുത് എന്ന് ആഗ്രഹിക്കുമ്പോൾ പോലും ഞാൻ അതാണ് പറഞ്ഞത്, പാകിസ്ഥാനിലെ ഭരണാധികാരികളുടെ രാഷ്ട്രീയം വളരെ അപകടകരമാണ്. അവിടെ ഇപ്പോഴും സൈന്യത്തിന് മേൽ, ഭരണകൂടത്തിന് മേൽ ഭീകര സംഘടനകൾക്ക് സ്വാധീനമുണ്ട്. ഭീകര സംഘടനകളെ വളർത്തുന്ന അല്ലെങ്കിൽ അവരെ പോഷിപ്പിക്കുന്ന, പോറ്റുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് UN വരെ അംഗീകരിച്ചിട്ടുണ്ട്. UN പ്രമേയത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാനോട് UN പലവട്ടം പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യരുത്. പക്ഷേ പാകിസ്ഥാന് അവർക്ക് ശേഷി ഉണ്ടാവില്ല. ഞാൻ കണക്കാക്കുന്നത് ദുർബലമായ ഒരു ഭരണകൂടമാണ് പാകിസ്ഥാനിലുള്ളത്. അവിടെയാണ് ദുർബല ഭരണകൂടങ്ങളെ എപ്പോഴും ആശ്രയിക്കുക യുദ്ധത്തെയാണ്. യുദ്ധത്തെ ആശ്രയിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് തിരിച്ചടിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ വന്നാൽ ഒരു വലിയ യുദ്ധത്തിലേക്ക്, നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് ഇത് പോകുമോ? ഈ ആശങ്കയാണ് നമുക്കൊക്കെ ഉള്ളത്. അങ്ങനെ വന്നാൽ യുദ്ധത്തിൽ നിന്ന് വളരെ ദൂരെ കിടക്കുന്ന കേരളീയർക്ക് പോലും അതിന്റെ ഇമ്പാക്റ്റ് ഉണ്ടാവും. നമ്മുടെ പട്ടാളക്കാർ, ഇവിടുന്ന് പോയിട്ടുള്ള പട്ടാളക്കാർ കൊല്ലപ്പെടുമോ എന്നുള്ളത് ഒരു കാര്യം. അതിന്റെ മറ്റ് സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ, നമുക്കിപ്പോൾ രാത്രി പുറത്തിറങ്ങാൻ കഴിയില്ല, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ ഒരുപാട് നിയന്ത്രണങ്ങൾ, കോവിഡും ഒക്കെ വന്ന പോലെയുള്ള ചില നിയന്ത്രണങ്ങൾ നമുക്ക് വന്നേക്കാം. അത് നമുക്ക് വളരെ അപകടകരമാണ്. ഇന്ത്യയുടെ സാമ്പത്തിക അവസ്ഥയ്ക്ക് അപകടകരമാണ്. ഇപ്പൊ നേരത്തെ കാശ്മീരിലെ ടൂറിസം തകർന്നതുപോലെ ഇന്ത്യയിലെ ടൂറിസത്തിനും തകരാറ് പറ്റാം. ഇന്ത്യയിലെ മറ്റിടങ്ങളിലെ ടൂറിസ്റ്റുകൾ, വിമാനങ്ങൾക്ക് ഇപ്പോൾ പറയുന്നത് പാകിസ്ഥാന്റെ മേലെ മറ്റു വിമാനങ്ങൾ പോകുന്നില്ല എന്നാണ്. ഇന്ത്യൻ വിമാനത്തിനെ അവർ ഇത് നടത്തിയിട്ടുള്ളൂ. പാകിസ്ഥാന്റെ നേരെ മീതെ കൂടി മറ്റ് രാജ്യങ്ങളിലെ വിമാനങ്ങൾ പോലും പോകാൻ ധൈര്യപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം അവരെന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു യുദ്ധത്തിലേക്ക് ഒരിക്കലും പോകാതിരിക്കട്ടെ. പാകിസ്ഥാൻ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ നിന്ന് പാഠം പഠിച്ച് അവരുടെ ഭീകരവാദികൾക്കെതിരായി നടപടിയെടുക്കാൻ, പഹൽഗാമിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള ഭീകരാക്രമണങ്ങളിൽ പങ്കെടുത്ത ആളുകളെ, അവരാരാണ്, ഏത് സംഘടനയാണ്, അവർക്കെതിരായി പാകിസ്ഥാൻ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്ക് കൂടി ബോധ്യമാവുന്ന രൂപത്തിലുള്ള നടപടിയെടുക്കണം. അതെടുത്തില്ല എങ്കിൽ ഇന്ത്യക്ക് വേറെ വഴിയുണ്ടാവില്ല. അതുകൊണ്ട് യുദ്ധം ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമുക്ക് പറയേണ്ടി വരും, പാകിസ്ഥാൻ ഭരണാധികാരികൾക്ക് നല്ല ബുദ്ധി തോന്നട്ടെ.